ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്കു സമീപം ന്യൂനമർദം രൂപപ്പെട്ടതായി മെറ്റ്ബീറ്റ് വെതർ. ശ്രീലങ്കയ്ക്കും തമിഴ്നാട് തീരത്തിനും സമീപത്തായി നാളെ വരെ ന്യൂനമർദം തുടരുമെന്നും ഇതേ തുടർന്ന് തമിഴ്നാട്ടിലും കേരളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസമായി തുടർന്ന ചക്രവാതച്ചുഴിയാണ് ഇന്നലെ വൈകിട്ടോടെ ന്യൂനമർദമായത്. ഈ സിസ്റ്റം വളരെ പതുക്കെ സഞ്ചരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നതിനാൽ ഇന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷം തുടരും. ന്യൂനമർദത്തിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിലായി മറ്റൊരു ചക്രവാതച്ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വടക്കൻ ആന്ധ്രാപ്രദേശ് വരെയുള്ള മേഖലകളിൽ മഴ നൽകും. ഇന്നുമുതൽ ഒരാഴ്ച കേരളത്തിലും തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട മഴ ന്യൂനമർദത്തിന്റെ ഭാഗമായി ലഭിക്കും. നാളെ മുതലാണ് കേരളത്തിൽ മഴയുടെ ശക്തി വർദ്ധിക്കുക. അതുവരെ കിഴക്കൻ മേഖലയിൽ മഴ ലഭിക്കും. തമിഴ്നാട്, കേരളം, കർണാടക, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നാളെ മുതൽ മഴ പ്രതീക്ഷിക്കാം. അതേസമയം കേരളത്തിൽ വ്യാഴം മുതൽ ശനി വരെ ഈ സിസ്റ്റം കനത്ത മഴ നൽകാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇക്കാര്യം ടുനെറ്റ് ന്യൂസ് പ്രേക്ഷകരെ കൃത്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു. മാന്നാർ കടലിടുക്കിലേക്ക് അടുത്ത ദിവസങ്ങളിൽ നീങ്ങുന്ന ന്യൂനമർദം തുടർന്ന് കേരളത്തിനു മുകളിലൂടെയും കടന്നുപോകാനാണ് സാധ്യത. ന്യൂനമർദം കടന്നുപോയ ശേഷം പുൾ ഇഫക്റ്റായി തുലാവർഷം ശക്തിപ്പെടുകയും ചെയ്യും. ന്യൂനമർദത്തിന്റെ സ്വാധീനമുള്ളപ്പോൾ തന്നെ ഇടിമിന്നൽ മഴ കേരളത്തിൽ ലഭിക്കും. നവംബർ 18ഓടെ മഴ ഗണ്യമായി കുറയുകയും ചെയ്യുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.